ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെയൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ഇംഗ്ലീഷ് മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. റോഡ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എല്ലാവരും കണ്ടെന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം, ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത് നോക്കാം. അന്നൊരു സിനിമ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഒരു തെലുങ്ക് മൂവിയാണ്. റാപ്പിഡ് ആക്ഷൻ മിഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളൂ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ മാർച്ച് മാസം 27-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ റസ്റ്റ് ഇൻ പീസ് എന്ന സ്പാനിഷ് ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നാളെ ഉച്ചയോട് കൂടിയായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു സിനിമയുടെ ഹിന്ദി വേർഷനും തമിഴ് വേർഷനും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ആൻസൺ പോൾ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റാഹേൽ മകൻ കോര എന്ന് പറഞ്ഞ സിനിമ. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. നാളെ ഈവനിങ് ആയിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക. അതായത് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സാധാരണ അവർ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിന് ഈവനിങ് 5 മണി 6 മണി ആ സമയങ്ങളിലാണ് സാധാരണ റിലീസ് ചെയ്യാറുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ്. പിന്നെ മനോരമ മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റുകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ മനോരമ മാക്സിൽ വരുന്നതാണ്. രാത്രി 12 ശേഷം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു തമിഴ് സിനിമയാണ്. മണികണ്ഠൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ലവർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷ കൂടാതെ മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലായിട്ട് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ നോക്കാം. ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളത്. ജയൻ രവി പ്രധാന വേഷം കൈകാര്യം ചെയ്ത, ജയൻ രവി അതുപോലെ തന്നെ കീർത്തി സുരേഷ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൈറൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലവർ എന്ന് പറഞ്ഞ സിനിമ, മണികണ്ഠൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ലവർ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന തമിഴ് സിനിമയാണ് സൈറൻ എന്ന് പറഞ്ഞ സിനിമ. ഏപ്രിൽ മാസം 2ാമത്തെ ആഴ്ച ഈ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ സിനിമകൾ കണ്ടു, നിങ്ങൾ കണ്ട സിനിമകളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ വരുന്ന റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.